ഗൈസേ, ഇന്നലെ ഇന്ത്യ കളിച്ച കളി കാണികൾക്കും എന്നാ പറയാ ഫാൻസിനും എല്ലാവർക്കും ഇന്ത്യൻ ടീം തീയിട്ട ദിവസമാണ്. അപ്പോൾ ഇന്നലെ ലാസ്റ്റ് ടൈമിൽ കളിയെടുത്ത എടുപ്പ് ഏത് ബുംറ ആയിക്കോട്ടെ ഹാർദിക് ആയിക്കോട്ടെ എന്നാ പറയാ അവിടെ എല്ലാവരും നല്ല തോതിൽ കളിച്ചിന്. പക്ഷെ ഒരാളെടുത്ത് പറയാനുണ്ട്, അക്ഷർ പട്ടേൽ. എൻ്റെ മോനെ, ഓൻ്റെ ഇന്നലത്തെ ഒരു 3 ക്യാച്ച് ഉണ്ട്. ആ ക്യാച്ചിൽ ആ മൊത്തം കളികൾ മാറുന്നത്. പിന്നെന്ന് വെച്ചാൽ ഹാർദിക് പാണ്ഡ്യന്റെ ലോങ് എന്നൊരു ത്രോ ഉണ്ട് സഞ്ജുവിന് കൊടുത്ത്. അതും കളീനൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. കളി മൊത്തത്തിൽ ഇന്ത്യ കൺട്രോൾ ആക്കി ലാസ്റ്റ് ടൈമിൽ. പിന്നെ സഞ്ജുവിന്റെ ബാറ്റിങ്, ഓഹ്, സ്റ്റാർട്ടിങ് കൊടുത്ത് ഇത് ഈ ലൈനപ്പാണ് ഇന്ത്യക്ക് വേണ്ടത്. അതിപ്പം കറക്റ്റ് നമുക്കൊന്ന് കോച്ചിനും കാര്യങ്ങൾക്കെല്ലാം മനസ്സിലായി തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ്, ഇതുവരെ സഞ്ജുവിനെ ബെഞ്ചുമേലിട്ട ആൾക്കാരെ മുന്നിലിട്ടിട്ട് അടിച്ചത്. ഇതുവരെ ടീമിൽ ഉൾപ്പെടുത്താണ്ട് ആയിക്കോട്ടെ, രോഹിത് ആയിക്കോട്ടെ, ധോണി അടക്കമുണ്ട്. ഞാൻ പറയാ, സഞ്ജു ഓരെല്ലാം കാണികളാക്കിയിട്ടാണ് ഇന്നലെ അടിച്ചത്. അത് കണ്ട കൈസേ. പിന്നെ വേറൊരു കാര്യം, സഞ്ജുവിനെ പറ്റി പറയുന്നതെങ്കിൽ തീരൂല. ഓ അനുഭവിച്ച കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ഇതിലും വലുത് വേറൊന്നുമില്ല. അപ്പോൾ സഞ്ജുവിനെ പറ്റി ഇപ്പം നമുക്ക് പറയാനങ്ങ് നിർത്തിക്കളയാം. എന്നുവെച്ചാൽ ഇപ്പം സഞ്ജു നല്ല സേഫ് സോണിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എനിക്കിനി പറയാനുള്ളത്, ഇന്ത്യൻ ടീം ഫൈനൽ ന്യൂസിലൻഡ് ഒരു കടമയും കൂടി ഉണ്ട്. അത് എങ്ങനെയും കളിച്ച്, എങ്ങനെയെങ്കിലല്ല, നല്ല തോതിൽ കളിച്ച് നല്ല പ്രഷർ സിറ്റുവേഷനെല്ലാം കുറച്ച് കപ്പടിച്ചാൽ ഇന്ത്യ പൊളിക്കും. ഇന്ത്യക്കുള്ള പോരായ്മ എന്ന് പറയുന്നൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ പല ആളും പുറത്തുനിന്ന് പലതും പറയുന്നുണ്ട്, കുറ്റപ്പെടുത്തലും കാര്യങ്ങളുണ്ട്. അതെല്ലാം ക്യാ ഹെ. ഇന്ത്യക്കുള്ള 11 ആളും 11 മികച്ച കളിക്കാരാ, നമുക്ക് തന്നെ അറിയാം. പിന്നെ ഈ കാണുന്ന പോലെ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, കമൻ്റ് അടിക്കുക, ലൈക്ക് അടിക്കുക. പിന്നെ എനിക്കറിയാം എൻ്റെ വീഡിയോ അത്ര വലിയ ഭയങ്കര സംഭവം ഒന്നല്ല, പക്ഷേങ്കിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ തെറ്റുകുറ്റങ്ങളിൽ എനിക്ക് ഉണ്ടാവും. ഞാൻ പുതിയ ആളാണ് ഈ മേഖലയിൽ. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നോ കിട്ടേണ്ടിയിട്ടോ അങ്ങനത്തെ ഒന്നുമല്ല, വെറുതെ ഒരു രസം. എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് ചെയ്യണം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഗൈസേ, എന്നെപ്പറ്റി ചൊറിയാൻ വരുന്നോല് എന്താണിക്കുക, ഇപ്പം കുറേ പ്രോഗ്രാമുകൾ അപ്പുറമെല്ലാം നടക്കുന്നുണ്ടാവും, വേറെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ടാവും, വേറെ ചാനലുകൾ ഉണ്ടാവും. അങ്ങോട്ടെല്ലാം ആക്റ്റീവ് ആവുക, നമ്മളങ്ങ് വിടുക. ഓക്കെ, നമ്മളിങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ഞാനങ്ങ് തട്ടി അങ്ങ് പോകും. അപ്പോൾ എൻ്റെ മേത്ത് എന്താക്കണ്ട, ആരും വരണ്ട. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അപ്പുറം ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഈ മേഖലയിൽ പുതിയതാണ്, അപ്പോൾ അതിൻ്റെതായ പോരായ്മ എനിക്കുണ്ട്, എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അപ്പം പുതിയതായതുകൊണ്ട് ഞാൻ അതിൻ്റെതായ രസത്തിൽ തന്നെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പുറം പോവാം. അപ്പം ഗൈസേ പറഞ്ഞു.